നമ്മുടെ മുത്തുമണികളെയൊക്കെ ക്യൂട്ടായിട്ട് അണിയിച്ചൊരുക്കാൻ പറ്റിയ ഒരു ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ യോക്കിന് വേണ്ട ഇറക്കത്തിൽ ഞാൻ 2 പീസ് തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് രണ്ടായിട്ട് മടക്കിയിടാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഇറക്കം 9 ഇഞ്ചാണ്. വേണ്ട യോക്കിൻ്റെ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രായും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇനി ഷോൾഡർ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഞാനൊരു 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിനെ /2 ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടെ മാർക്ക് ചെയ്യുക. അടുത്തിനി കൈക്കുഴി മാർക്ക് ചെയ്യാം. കൈക്കുഴി ഞാൻ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ കൈയുടെ ചുറ്റളവ് എടുക്കുക. അതിൽ നിന്ന് ഒരു 2 മൈനസ് ചെയ്തിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. നമ്മുടെ ചെസ്റ്റ് മെഷർ ചെയ്യുക. അതിൻ്റെ കൂടെ ഞാനൊരു 6 കൂട്ടി തയ്യൽ തുമ്പും ഒരു ഇച്ചിരി ലൂസിനും വേണ്ടി ഒരു 6 ഇഞ്ച് ആഡ് ചെയ്തിട്ട് പിന്നെ /4 ചെയ്തു. അതാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കഴുത്തിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഞാൻ 2 ഇഞ്ചാണ് വീതി എടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ട് കഴുത്തിന് 3 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ബാക്ക് കഴുത്തിന് 1 ഇഞ്ച് ഇറക്കമാണ് എടുത്തേക്കുന്നത്. യു ഷേപ്പാണ് കഴുത്തിന് കൊടുത്തിരിക്കുന്നത്. അടുത്ത വേസ്റ്റ് മെഷർമെൻറ്റിന് വേണ്ടി വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ സീം അലവൻസും എക്സ്ട്രാ ലൂസിനും വേണ്ടി ഒരു 6 ഇഞ്ചും കൂടി കൂട്ടി എടുത്തു. അതിനുശേഷം /2 ചെയ്തു. ആ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴോട്ട് ജോയിൻ ചെയ്തു. ഇനി നമ്മുടെ കൈക്കുഴിയുടെ അവിടെ കേർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി കോർണറിൽ നിന്ന് ഒരു 1 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കേർവ് ചെയ്ത് വരച്ചെടുക്കുക. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ അവിടെയായിട്ട് ഒരു 1/2 ഇഞ്ച് ഇറക്കി സ്ലോപ്പായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിന് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് കഴുത്ത് മാത്രം കട്ട് ചെയ്യുക. അതിനുശേഷം 2 തുണി സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യുക. ലൈനിങ്ങിന് വേണ്ടിയുള്ള തുണിയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് കഴുത്ത് തയ്ക്കാൻ വേണ്ടി 2ൻ്റെയും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. അതിനുശേഷം കഴുത്തിനോട് അരിക് ചേർന്നിട്ട് അടിച്ചെടുക്കുക. ബാക്ക് കഴുത്തിലും അതുപോലെ തന്നെ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് അരിക് ചേർന്ന് അടിച്ചെടുക്കുക. നടുവിലെത്തുമ്പോൾ ഒരു V ഷേപ്പിൽ തയ്ച്ചെടുക്കുക. നമുക്ക് കൊളുത്ത് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ അരിക് ചേർത്ത് അടിച്ചെടുക്കുക. ഇപ്പോൾ ബാക്ക് കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ V ഷേപ്പിൽ വരണം. ഇനി നമുക്ക് ഇത് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ആ V ഷേപ്പിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ തയ്യലിൽ കയറാണ്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ മറിക്കാൻ എളുപ്പത്തിന് വേണ്ടി കേർവായിട്ടുള്ള കഴുത്തിൻ്റെ ഭാഗങ്ങളും കട്ട് ചെയ്ത് കൊടുക്കുക. തിരിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്കിനി അരിക് ചേർത്ത് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബാക്ക് കഴുത്തിലും അതുപോലെ തന്നെ ഫ്രണ്ട് കഴുത്തും തിരിച്ചെടുത്ത് മുകളിൽ കൂടെ സ്റ്റിച്ചിട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി 2 പീസിൻ്റെ നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഷോൾഡർ രണ്ടും ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഷോൾഡർ ഞാനിപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കൈയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൈയുടെ കട്ടിങ് നോക്കാം. 2 പീസ് തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്ക് എത്ര ഇറക്കം വേണോ അത്രയും ഇറക്കം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 9 ഇഞ്ചാണ് ഇറക്കം എടുത്തേക്കുന്നത്. മടക്ക് വരുന്ന ഭാഗം നമ്മളുടെ സൈഡിലോട്ടായിട്ട് വെച്ചിട്ട് മറ്റേ സൈഡിൽ ഒരു 2 ഇഞ്ച് ഇറക്കി സ്ലോപ്പായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ പീസിൻ്റെ വീതി നമ്മുടെ കൈക്കുഴിയുടെ ചുറ്റളവിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ടാവണം.
താഴെ നമുക്ക് കൈക്ക് എത്ര വണ്ണം വേണോ അത് മെഷർ ചെയ്യുക. അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പിന് ഒരു 2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം /2 ചെയ്ത് ആ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഷേപ്പിൽ കറക്റ്റ് കിട്ടാൻ വേണ്ടി മുകളിൽ നമ്മൾ സ്ലോപ്പ് മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ആയിട്ട് കേർവ് ചെയ്ത് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ആ ലൈനിൽ നിന്ന് മാറി മുകളിലും താഴെ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസുകളും ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുന്ന പോർഷനിൽ ഒരു 1/4 ഇഞ്ച് ഇറക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കൈക്കൂടി കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ ആണെന്ന് അറിയാൻ വേണ്ടി നടുക്ക് നമുക്കൊരു നോച്ച് ഇട്ട് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ തുണി അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ അടിവശം ഇങ്ങനെ 2ആയിട്ട് മടക്കി ഒന്ന് അടിച്ചെടുക്കാം. ഈ ഉടുപ്പിൻ്റെ ഷോൾഡറിലായിട്ട് 2 ഫ്രില്ലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തയ്ക്കാൻ വേണ്ടി നമുക്കിങ്ങനെ 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഞാനിപ്പോൾ 11 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം അതിങ്ങനെ 2ആയിട്ട് മടക്കുമ്പോൾ നല്ല വശം പുറത്ത് വരണം. എന്നിട്ട് നമുക്ക് അരിക് ചേർത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ഇടുന്നത് ഇച്ചിരി അകന്നിട്ടുള്ള സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുക, ഇഴകൾ. അതിനുശേഷം ഇട്ട് കൊടുത്ത സ്റ്റിച്ചിൻ്റെ ഒരു നൂലെ പിടിച്ചിങ്ങനെ വലിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്തടുത്ത് കിട്ടുമ്പോൾ ഈക്വലായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ രസം ഉണ്ടാവും കാണാൻ. നമ്മൾ പ്ലീറ്റ്സ് തയ്ച്ചു കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി രസമായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നമുക്കിനി ഈ ഫ്രില്ലുകൾ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യാം. അതിനുവേണ്ടി 2ആയിട്ട് മടക്കിയിട്ട് സെൻറ്റർ വരുന്ന ഭാഗം ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിൽ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തയ്ച്ചു തുടങ്ങി കോർണർ വരെ തയ്ക്കുക. എന്നിട്ട് തിരിച്ച് മറ്റേ സൈഡ് വരെ തയ്ക്കുക. തയ്ക്കുമ്പോൾ ഫ്രില്ലിൻ്റെ 2 എൻഡും അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഞാനിപ്പോൾ 2 സൈഡിലും ഫ്രില്ലുകൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വരും. അടുത്ത് നമുക്കിനി ഇതിലോട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ നോച്ച് ശ്രദ്ധിക്കണം. ഫ്രണ്ടിലോട്ടായിട്ട് തന്നെ നോച്ച് വരുന്ന രീതിയിൽ വെച്ച് നോക്കിയിട്ട് തയ്ക്കുക. ഫ്രില്ല് തയ്ച്ചതുപോലെ തന്നെ സെൻറ്റർ പോയിൻ്റ് ഷോൾഡറിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിലോട്ട് തയ്ക്കുക, പയ്യെ പിടിച്ച് എന്നിട്ട് തിരിച്ച് ഷോൾഡറിൻ്റെ അവിടെ വരെ തയ്ച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടും തയ്ക്കുക. അങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോകത്തില്ല. കറക്റ്റ് നമുക്ക് 2 സൈഡ് ഈക്വലായിട്ട് കിട്ടും. സ്ലീവ്സ് 2 ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് ഷേപ്പ് അടിച്ചെടുക്കാം. തിരിച്ചിട്ടിട്ട് കൈയുടെ വണ്ണം, ചെസ്റ്റ്, വേസ്റ്റ് അതെല്ലാം മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് താഴോട്ടുള്ള പോർഷൻ തയ്ക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ സാറ്റിൻ തുണിയാണ് താഴത്തോട്ട് തയ്ക്കുന്നതിന് വേണ്ടി എടുത്തേക്കുന്നത്. ഇറക്കം 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വീതി, ആ തുണിയുടെ വീതി ഞാൻ അങ്ങനെ തന്നെ എടുത്തേക്കുവാണ്. അതിനുശേഷം 2 സൈഡും ഇങ്ങനെ 2ആയിട്ട് മടക്കി അടിക്കുക. മടക്കി അടിക്കുമ്പോൾ ഏറ്റവും ചെറുതായിട്ട് തന്നെ മടക്കി അടിക്കുക. അങ്ങനെ ചെറുതായിട്ട് മടക്കി അടിക്കാൻ വേണ്ടി ആദ്യം ഞാൻ അരിക് ചേർത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ആ അടിച്ചു കൊടുത്തേക്കണ സ്റ്റിച്ചിൽ വെച്ച് മടക്കി അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ചും കൂടി മുകളിൽ കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. സാറ്റിൻ തുണി നമ്മൾ അല്ലാണ്ട് 2ആയിട്ട് ഒരുമിച്ച് മടക്കി അടിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും, നല്ല ചെറുതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ സാധാരണ മെഷീനിൽ ചെറുതായിട്ട് മടക്കി അടിക്കാൻ എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും നല്ലത്. 2 സൈഡും ഞാനങ്ങനെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ ഒരു 1 ഇഞ്ച് താഴത്തായിട്ട് നേരത്തെ ഫ്രില്ല് വെക്കാൻ വേണ്ടി തയ്ച്ചതുപോലെ വലിയ ഇഴയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രില്ലിൽ ചെയ്തതുപോലെ തന്നെ ചെറിയ ഞൊറികൾ കിട്ടാൻ വേണ്ടി ഇപ്പോൾ അടിച്ചു കൊടുത്തതിൻ്റെ ഒരു നൂലിൽ പിടിച്ച് വലിച്ച് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം.
ഞാനപ്പോൾ ഫുൾ അങ്ങനെ ഞൊറികളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് യോക്ക് പാർട്ട് തയ്ച്ചതിൻ്റെ അടിഭാഗത്തിനോട് സെയിം ആയിരിക്കണം ഇതിൻ്റെ നീളവും. നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിലോട്ട് ലൈനിങ് തുണി ഫസ്റ്റ് അറ്റാച്ച് ചെയ്യാം. ലൈനിങ് തുണിയുടെ അടിയും ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ വലുതായിട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. യോക്കിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പം യോക്കിൻ്റെ ചീത്ത വശത്ത് നമ്മുടെ ലൈനിങ് തുണിയുടെ ചീത്ത വശവും കൂടി വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം അടിക്കാൻ. അതായത് നമ്മളുടെ സ്റ്റിച്ചിൻ്റെ ഭാഗം പുറത്തോട്ട് കാണുന്ന രീതിയിൽ വെച്ചിട്ട് അടിക്കുക. ഞാനിപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും, പുറത്തോട്ടായിട്ട് വരും സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം. ലൈനിങ് തുണിയുടെ എൻഡുകൾ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സാറ്റിൻ തുണി ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം. സാറ്റിൻ്റെ രണ്ട് വശങ്ങളും ഞാൻ അടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണവും ഇതിൻ്റെ വണ്ണവും സെയിം ആണ്. അത് കറക്റ്റ് നോക്കിയിട്ട് വേണം അടിക്കാൻ. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം ഇങ്ങനെ താഴത്തോട്ട് ആക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സാറ്റിൻ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ സാറ്റിൻ തുണിയിൽ 1 ഇഞ്ച് താഴത്തായിട്ട് ഓൾറെഡി ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇനിയുള്ള സ്റ്റിച്ച് കൊടുക്കാൻ ശ്രമിക്കണം. ഞാനപ്പോൾ സാറ്റിൻ തുണി ഫുള്ള് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സാറ്റിൻ തുണി ഇങ്ങനെ കയറ്റി വെച്ചടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പയ്യെ വെച്ചിട്ട് അടിച്ചാൽ മതി. നമ്മളിങ്ങനെ ലൈനിങ് തുണി യോക്കിനോട് ചേർത്തപ്പോൾ തിരിച്ച് വെച്ച് അടിച്ചതുകൊണ്ട് അകത്ത് ആ പോർഷനൊന്നും വരില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇറിറ്റേഷനൊന്നും ഉണ്ടാവത്തില്ല. തയ്യൽ തുമ്പ് വരുന്നത് സാറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ വൃത്തികേടും ഉണ്ടാവില്ല, പുറത്ത് കാണത്തുമില്ല. ഉടുപ്പിന് കുറച്ചും കൂടി ഒരു ക്യൂട്ട് ലുക്ക് കിട്ടാൻ വേണ്ടി 4 ബോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.